പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 10ൻ്റെ ചാപ്റ്റർ 3യിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ മാത്സ് സ്റ്റാൻഡേർഡ് എടുത്തിട്ടുള്ളവർക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതേപോലെ ഞാൻ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ആണ് ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുക. നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ പ്ലേലിസ്റ്റിലും ഈ വീഡിയോ അവൈലബിൾ ആണ്. അതേപോലെ എക്സാം സ്പെഷ്യൽ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Solve for x and y. mx minus ny is equal to m square plus n square and x plus y is equal to 2m. ഇത് രണ്ടുമാണ് നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻസ്. അപ്പോൾ നമുക്കതിനെ ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. mx minus ny is equal to m square plus n square. This is equation number 1. നമ്മുടെ അടുത്ത ഇക്വേഷൻ നോക്കിയേ. x plus y is equal to 2m. ഇതിനകത്ത് n എന്ന് പറയുന്ന ഒരു ടേം നമുക്ക് തന്നിട്ടില്ല അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്യാൻ ഈസി ആകാൻ വേണ്ടി ഞാൻ ഈ ഇക്വേഷനെ മൊത്തത്തിൽ n കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതെന്തായിട്ട് മാറും? n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ nx പ്ലസ് ny ഈസ് ഈക്വൽ ടു LHSും RHSും n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണേ 2mn. നമുക്ക് ഇങ്ങനെ കിട്ടി. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇവിടെ എന്താണ് ചെയ്തതെന്നുള്ളത് നിങ്ങളൊന്ന് എഴുതി വെച്ചോണം. മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ബൈ n. ഇതാണ് ഞാനിവിടെ ചെയ്തത്. രണ്ട് സൈഡും n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇനി ഞാൻ ഈ രണ്ട് ഇക്വേഷൻസും കൂടെ ആഡ് ചെയ്യുന്നു. ആഡിങ് ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2. ഇക്വേഷൻ 1ഉം 2ഉം കൂടെ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഞാൻ ഒന്നുകൂടെ എടുത്തെഴുതുന്നു. mx മൈനസ് ny ഇസ് ഈക്വൽ ടു m സ്ക്വയർ പ്ലസ് n സ്ക്വയർ. അടുത്ത ഇക്വേഷൻ എന്താണ്? nx പ്ലസ് ny ഇസ് ഈക്വൽ ടു 2mn. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ nyയുടെ സൈൻ ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് ആഡ് ചെയ്യുമ്പോൾ ഇത് ക്യാൻസലായിട്ട് പോകും. ബാക്കി എന്തുണ്ട്? mx പ്ലസ് nx ഇസ് ഈക്വൽ ടു, ഇവിടെ കോമൺ ആയിട്ടൊന്നുമില്ല, അതുകൊണ്ട് m സ്ക്വയർ പ്ലസ് n സ്ക്വയർ പ്ലസ് 2mn എന്ന് ഇതിനെ നമുക്ക് എഴുതാം. ഇനി ഇവിടെ നിന്ന് നമുക്ക് x കോമൺ എടുക്കാം അല്ലേ. അപ്പോൾ m പ്ലസ് n ഇൻറ്റു x എന്ന് നമുക്കിതിനെ എഴുതാം. x നമ്മൾ കോമൺ എടുത്തു. ബാക്കി m പ്ലസ് n ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു, ഇത് ഏത് ഫോമിലാണ്? m സ്ക്വയർ പ്ലസ് n സ്ക്വയർ പ്ലസ് 2mn. 2mനെ നമ്മൾ ഇങ്ങോട്ട് പ്ലേസ് മാറ്റി എഴുതിയത് എന്താകും? m സ്ക്വയർ പ്ലസ് 2mn പ്ലസ് n സ്ക്വയർ. അപ്പോൾ ഇത് ഏത് ഫോമിൽ വരും? a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിലാണ് ഇത് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കിതിനെ എന്തെഴുതാം? m പ്ലസ് n ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് x എന്ത് കിട്ടും? x ഈസ് ഈക്വൽ ടു m പ്ലസ് n ദ ഹോൾ സ്ക്വയർ. ഈ m പ്ലസ് n RHSൽ പോകുമ്പം ഡിവിഷൻ ആവും ബൈ m പ്ലസ് n. ഈ m പ്ലസ് എന്നും ഇവിടുത്തെ ഒരു m പ്ലസ് എന്നും കട്ടായിട്ട് x ഈസ് ഈക്വൽ ടു m പ്ലസ് n എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് x നമ്മൾ കണ്ടുപിടിച്ചു. x ഈസ് ഈക്വൽ ടു m പ്ലസ് n. ഇനി എന്ത് ചെയ്യണം? നമുക്ക് y കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ y കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഈ x പ്ലസ് y ഈസ് ഈക്വൽ ടു 2m എന്നുള്ള ഈ ഇക്വേഷനിലോട്ട് ഞാൻ ഈ എക്സിൻ്റെ വാല്യൂവിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് x ഈസ് ഈക്വൽ ടു m പ്ലസ് n ഇൻ x പ്ലസ് y ഈസ് ഈക്വൽ ടു 2m. x ഈസ് ഈക്വൽ ടു m പ്ലസ് n എന്നുള്ള ഈ ഇക്വേഷനെ ഞാൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? എക്സ് പ്ലസ് വൈ എക്സിൻ്റെ പ്ലേസിൽ ഞാൻ m പ്ലസ് n എന്ന് കൊടുക്കുന്നു. അപ്പോൾ m പ്ലസ് n പ്ലസ് y ഈസ് ഈക്വൽ ടു 2m. y ഈസ് ഈക്വൽ ടു എന്ത് വരും? 2m
മൈനസ് എം മൈനസ് എൻ. 2m മൈനസ് എം ഈസ് 2mൽ നിന്ന് ഒരു എം പോയാൽ ബാക്കി എം മൈനസ് എൻ. y ഈസ് ഈക്വൽ ടു എം മൈനസ് എൻ. എക്സ് ഈസ് ഈക്വൽ ടു എം പ്ലസ് എൻ എന്നും കിട്ടി. y ഈസ് ഈക്വൽ ടു എം മൈനസ് എൻ എന്നും കിട്ടി. കണ്ടോ, വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷനെ നമ്മൾ രണ്ട് സൈഡിലും n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ നിങ്ങൾ എക്സും വൈയും സാധാരണ ചെയ്യുന്ന എലിമിനേഷൻ മെത്തേഡിൽ നമുക്ക് കണ്ടുപിടിക്കാം. വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.